ഈ ആഴ്ച ജയിലിലേക്ക് പോകുവാനുള്ളവരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അല്പനിമിഷങ്ങൾക്ക് മുൻപ് ജയിൽ നോമിനേഷൻ പൂർത്തിയാക്കപ്പെട്ടു. ഒനിലും ജിസേലുമാണ് ജയിലിലേക്ക് പോകുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടാൾക്കാർ. ജിസേലിനാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചിരിക്കുന്നത്, 10 വോട്ടുകൾ. അതിന്റെ കാരണം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് നിരന്തരമായി റൂൾ ബ്രേക്ക് ചെയ്യുന്നു. പണിപ്പുരയിലേക്കുള്ള പ്രവേശനം അതെല്ലാവരും കൂടി പരമാവധി പ്രയത്നിച്ച് നേടിയെടുക്കുന്ന ഒരു സംഭവമാണ്. പണിപ്പുരയിൽ നിന്നും വല്ലപ്പോഴും കിട്ടുന്ന എന്തെങ്കിലും ചില കാര്യങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് വീട്ടുകാർ. എന്നാൽ അവിടെ നിന്നും കൊണ്ടുവരുന്ന സാധനങ്ങൾ മോഷ്ടിച്ചിട്ട് തനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് മാത്രം അത് സെർവ് ചെയ്യുക. ഇതൊക്കെയാണ് ജിസേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. ജിസേൽ നിരന്തരമായി ആ വീട്ടിൽ റൂൾ ബ്രേക്ക് ചെയ്യുന്നു, മോഷണങ്ങൾ നടത്തുന്നു. 1 പറഞ്ഞു, 2 പറഞ്ഞു, 3 പറഞ്ഞു, ലാലേട്ടൻ അത് തെളിവുൾപ്പെടെ പറഞ്ഞു. എന്നിട്ടും ജിസേൽ ഇപ്പോഴും ആ സ്ഥിതി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജിസേലിന്റെ ഗെയിം സ്ട്രാറ്റജി റൂൾ ബ്രേക്ക് ചെയ്യുക, മോഷ്ടിക്കുക, ഇത് തന്നെയാണോ എന്നുള്ള സംശയമുണ്ട് എന്നുപോലും അവിടെ പല ആൾക്കാരും പറഞ്ഞു വെച്ചു. അതുകൊണ്ട് നിരന്തരമായി റൂൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജിസേൽ ജയിലിലേക്ക് പോയാൽ നന്നാകും എന്നുള്ള പ്രതീക്ഷയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. 10 ആൾക്കാർ ജിസേലിനെതിരായി വോട്ട് ചെയ്തു. അടുത്തതായി തൊട്ട് താഴെ വന്നിരിക്കുന്നത് 7 വോട്ടുകളോടുകൂടി ഒനിലും ആര്യനുമായിരുന്നു. ആര്യനെ നോമിനേറ്റ് ചെയ്യുവാനുള്ള പ്രധാന കാരണം കഴിഞ്ഞ ദിവസം ശൈത്യ സന്തോഷ് തന്റെ ലൈവ് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ചിരിക്കുകയും അതിനോടുള്ള ബന്ധത്തിൽ അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്ത വിഷയമാണ്. അതുകൊണ്ട് തന്നെ 7 വോട്ടുകളാണ് ആര്യന് ലഭിച്ചത്. എന്നാൽ ഇവിടുത്തെ വളരെ രസകരമായ ഒരു കാര്യം ശൈത്യക്കെതിരകത്ത് യാതൊരു കംപ്ലൈന്റും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെല്ലാം ശൈത്യയെ അപമാനിക്കുന്ന രീതിയിലാണ് അവിടെ വെച്ച് താൻ ഇങ്ങനെ ചിരിക്കുകയും ഗോഷ്ടികൾ കാണിക്കുകയും ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ ശൈത്യയ്ക്ക് അതൊരു വിഷയമല്ല. ശൈത്യ ആര്യനെ നോമിനേറ്റ് ചെയ്തില്ല. മാത്രവുമല്ല, എനിക്ക് കംപ്ലൈന്റ് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണെന്ന് പരസ്യമായി അവിടെ ചോദിക്കുകയും എല്ലാവരെയും വെട്ടിലാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു മഹത്തായ പുണ്യപ്രവൃത്തി ശൈത്യ ചെയ്തിട്ടുണ്ട്. വാസ്തവം പറഞ്ഞാൽ ഇന്നലെ ശൈത്യയ്ക്ക് വേണ്ടി എന്തൊരു ബഹളമാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. എല്ലാവരും ശൈത്യയുടെ പക്ഷമായിരുന്നു. കാരണം ആ കുട്ടി കണ്ണുനീരോടുകൂടിയാണ് തന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ഡിസ്റെസ്പെക്ട് ചെയ്തു എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസാരിക്കുകയാണ്. എന്നാൽ ഇന്നിപ്പോൾ ശൈത്യ തന്നെ സപ്പോർട്ട് ചെയ്തു വന്ന മുഴുവൻ ആൾക്കാരെയും തള്ളി പറഞ്ഞുകൊണ്ട് ആര്യനെ സേവ് ചെയ്തു. ഈ ചിരിയോടുള്ള ബന്ധത്തിൽ അവിടെ പൊട്ടിപ്പുറപ്പെട്ട സംഭാഷണങ്ങൾ, ആ സംഭാഷണത്തിൽ അശ്ലീലം പല ആവർത്തി ഉപയോഗിച്ച ഒരാളാണ് ഒനിൽ സാബു. അതുകൊണ്ട് തന്നെ ഒനിലിന്റെ പേരും 7 ആൾക്കാർ പറഞ്ഞു. മനുഷ്യൻ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള തെറി വർത്തമാനങ്ങൾ അദ്ദേഹം രണ ഫാത്തിമയുടെ മുഖത്ത് നോക്കി വിളിച്ചു. അതുകൊണ്ട് അയാളെ 7 ആൾക്കാർ നോമിനേറ്റ് ചെയ്തു. ആര്യനും ഒനിലും 7 വോട്ടുകളായിട്ട് തുല്യമായി നിന്നതുകൊണ്ട് ബിഗ് ബോസ് വീണ്ടും പറഞ്ഞു, ഇതിൽ നിന്നും നിങ്ങൾ വീണ്ടും ഒരാളിനെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടി വോട്ട് ചെയ്യുക. ആ വോട്ടിങ്ങിൽ ഭൂരിപക്ഷം ആൾക്കാരും ഒനിലിനെതിരായിട്ടാണ് വോട്ട് ചെയ്തത്. ആര്യനെതിരായിട്ട് 2-3 പേരുടെ കൈകൾ മാത്രമേ പൊങ്ങിയുള്ളൂ. അങ്ങനെ ജിസേലും ഒനിൽ സാബുവും കൂടി ഈ ആഴ്ച ജയിലിലേക്ക് പോകുവാൻ തീരുമാനമായിരിക്കുകയാണ്. ഈ കൂട്ടത്തിൽ നോമിനേഷനിൽ വന്നിരിക്കുന്നത് 4 വോട്ടുകളുമായിട്ട് അനീഷ് വന്നിട്ടുണ്ട്. തൊട്ടു പിന്നിൽ 6 വോട്ടുകളുമായി അഭിലാഷും വന്നിട്ടുണ്ട്. അഭിലാഷും അവിടെ ചീത്ത വിളിച്ച കൂട്ടത്തിലാണ്. അത് കണക്കിലെടുത്തുകൊണ്ട് അഭിലാഷിന്റെ പേരുകൾ 6 പേര് പറഞ്ഞു. അനീഷിനെതിരെ 4 പേർ വോട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞ കാര്യം കഴിഞ്ഞ ദിവസം ടാസ്കിൽ അയാൾ തെറ്റായിട്ടുള്ള പല പ്രവണതകളും കാണിച്ചു എന്നുള്ളതാണ്. ബിഗ് ബോസ് പോലും സംസാരിക്കാൻ പറഞ്ഞിട്ട് ബിഗ് ബോസിനെ പോലും ബഹുമാനിക്കാതെ ഇവിടുത്തെ റൂൾ അയാൾ ബ്രേക്ക് ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾക്കെതിരെ 4 ആൾക്കാർ വോട്ട് ചെയ്തു. ഇങ്ങനെയായിരുന്നു ഇന്നത്തെ നോമിനേഷൻ പ്രക്രിയ പൂർത്തിയാക്കപ്പെട്ടത്.